എന്നെയും പ്രതീക്ഷിക്കാണത്തിൻ്റെ സാക്ഷിയാക്കിയ എൻ്റെ യേശുയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. എൻ്റെ പേര് വിദ്യാശ്രീ. ഞാൻ കർണാടകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് എൻ്റെ മാതാവിനെ അറിഞ്ഞത് ഞാൻ നഴ്സിംഗിൽ പഠിക്കുമ്പോഴാണ്. ഞാൻ നഴ്സിംഗിൽ ഫസ്റ്റ് ഇയർ എനിക്ക് ഒരു സബ്ജക്റ്റ് മാത്രമേ ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 4 സബ്ജക്റ്റ് ഞാൻ ഫെയിലായി. പക്ഷേ എൻ്റെ വീട്ടുകാർക്കൊന്നും അത് പറയാൻ പറ്റില്ലായിരുന്നു. ബിക്കോസ് എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. അപ്പോൾ അമ്മേനോട് പറഞ്ഞാൽ അത് അമ്മയ്ക്ക് ഭയങ്കര വിഷമാവും. അപ്പോൾ വീട്ടിൽ തരുന്ന പൈസ ഒക്കെ ഞാൻ സേവാക്കി വെച്ചിട്ട് ഞാൻ ആ എക്സാം എൻ്റെ പൈസയിൽ തന്നെ ഞാൻ ആരോടും പറയാതെ സപ്ലി എഴുതി. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലും എനിക്ക് ഒരു സപ്ലി കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് എൻ്റെ മാതാവിനെ ഞാൻ അറിഞ്ഞത്. എൻ്റെ സീനിയർ പറഞ്ഞു മാതാവിന് പ്രാർത്ഥിക്കുക എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പത്രം എനിക്ക് തന്നു. അത് വെച്ചിട്ട് എനിക്ക് എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല. പക്ഷേ ഞാൻ എപ്പോഴും മാതാവിനെ പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്ക് എപ്പോഴാണ് എണീക്കേണ്ടതെന്ന് അറിയായിരുന്നു. അപ്പം ഞാൻ 5:30 എണീക്കുമായിരുന്നു. പിന്നെ നൈറ്റ് 7 മണിയാകുമ്പോൾ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്കറിയാവുന്ന പ്രാർത്ഥനയൊക്കെ ഞാൻ ചൊല്ലുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയർ എക്സാം വന്നു. പിന്നെ അതിൽ ഫസ്റ്റ് ഇയറുടെ സപ്ലി കൂടെ ഉണ്ടായിരുന്നു. അതും ഞാൻ പാസ്സായി. ഫസ്റ്റ് ക്ലാസ്സിലൂടെ ഞാൻ പാസ്സായി. പിന്നെ അത് കഴിഞ്ഞിട്ട് തേർഡ് ഇയറുടെ എക്സാമിലും ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. പിന്നെ 4th ഇയർ എക്സാം ആയപ്പോഴത്തേക്ക് എനിക്ക് ആദ്യത്തെ എക്സാം എനിക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു 4th ഇയർ ഞാൻ ഫെയിലാവുമെന്ന്. പിന്നെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഡിസ്റ്റിങ്ഷനോടെയാണ് പാസ്സായത്. എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ഡിസ്റ്റിങ്ഷൻ കണ്ടിട്ടില്ല. അത് ഡിസ്റ്റിങ്ഷൻ വന്നപ്പോൾ ഞാൻ കുറേ ഹാപ്പിയായി. എൻ്റെ അമ്മേനോടൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയും കുറേ ഹാപ്പിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നഴ്സിംഗ് എടുത്ത് തന്നെ എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യണമെന്നായിരുന്നു. പിന്നെ നഴ്സിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ OET ക്ലോസായി. ഇനി OET എക്സാം ഒന്നും എഴുതാൻ പറ്റൂല, അവിടെ ഇൻടേക്കൊക്കെ നിർത്തിയെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത് ജർമ്മനി പഠിക്കുക, അത് നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ ഇത് കൺട്രി എങ്ങനെയാണ് ഒന്നും എനിക്കറിയില്ല. മൈസൂരിൽ ഒരു ഇതുണ്ടായിരുന്നു, ജർമ്മൻ പഠിപ്പിക്കുന്ന സ്കൂളുണ്ടായിരുന്നു. അവിടെ പോയി ഞാൻ ജർമ്മൻ പഠിക്കാൻ കയറി. ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് കയറിയത്. പിന്നെ A1 A2 കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങിയിട്ട് കേരളത്തിൽ വന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കി. പക്ഷെ ഞാൻ കർണാടക ആയതുകൊണ്ട് എനിക്ക് കേരളം എങ്ങനെയെന്ന് അറിയില്ല. ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. എൻ്റെ അമ്മേനോട് എൻ്റെ അപ്പനോട് പറഞ്ഞ ഒരിക്കലും അവർ സമ്മതിക്കില്ല ഇവിടെ വന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും ഇത് പഠിച്ച് പാസ്സാവണം, പുറത്ത് പോകണം, അത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ എനിക്ക് അറിയില്ല. അപ്പം ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ചിട്ടെടുക്കും. പിന്നെ മാതാവേ ഏതാണോ ശരി അത് നീ ഉത്തരം പറയണം, അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ അമ്മേനോട് പറഞ്ഞു, അമ്മ ഞാൻ കേരളത്തിൽ പഠിക്കണോ അല്ലെങ്കിൽ ഞാൻ മൈസൂരിൽ തന്നെ പഠിക്കണമെന്ന് എൻ്റെ അമ്മ ഇപ്പോൾ ഡിസൈഡ് ആക്കുമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ പ്രാർത്ഥിച്ചിട്ട് ഒരു ചിട്ടെടുത്തപ്പോൾ മാതാവ് പറഞ്ഞു നീ കേരളത്തിൽ പോയി പഠിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ എൻ്റെ ഫ്രണ്ട് വന്നു. എൻ്റെ ഫ്രണ്ട് ഞാൻ ഒരുമിച്ചാണ് തിരുവല്ലയ്ക്ക് വന്നത്. അപ്പോൾ തിരുവല്ലയ്ക്ക് വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ഗൂഗിളിട്ട് നോക്കിയത് ആലപ്പുഴയ്ക്കും തിരുവല്ലയ്ക്കും എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന്. അപ്പോൾ ആകെ വന്ന ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ ഞാൻ ഇങ്ങോട്ട് വരും, പ്രാർത്ഥിക്കും. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അതിന് മുന്നേ ഞാൻ എൻ്റെ മനസ്സിൽ ഉടമ്പടി എടുത്ത പോലെ എപ്പോഴും എണീറ്റ് പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ B1 പഠിച്ചിട്ടില്ല, A1 A2 മാത്രം പഠിച്ചിട്ടുള്ളൂ. B1 വീട്ടിലിരുന്ന് ഗ്രാമർ ഫുള്ള് പഠിച്ചു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവർ ക്വസ്റ്റ്യൻ ചോദിക്കും, B1 ലെവലിലുള്ള ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും. പക്ഷേ അവർ ചോദിക്കുമ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു, എങ്ങനെയൊക്കെയോ പറഞ്ഞു. ഞാൻ മാതാവിനോട് നല്ലോണം പ്രാർത്ഥിച്ചിട്ട് തൈലയും ഉപ്പും ഒക്കെ എടുത്തിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ അവർ B2 കയറാമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ഒരുമിച്ച് B2 പഠിച്ചു. അപ്പോൾ പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും 3 മണി വരെ എണീറ്റിരുന്ന് പ്രാർത്ഥിക്കും. 3 മണിയാകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഞാൻ +1 +2 പഠിക്കുമ്പോൾ അവിടുത്തെ ഒരു ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 മണിയുടെ പ്രാർത്ഥന ഭയങ്കര പവർഫുള്ളാണ്, അതുകൊണ്ട് 3 മണിക്ക് പ്രാർത്ഥിക്കുക എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ 3 മണി വരെ എണീറ്റ് നിൽക്കും. അത് ഞാൻ പഠിക്കുകയോ ഇല്ലേ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ 3 മണി വരെ ഞാൻ എണീറ്റിരിക്കും. എന്നിട്ട് 3 മണിയാകുമ്പോൾ ഞാൻ മാധവൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പോയി ഞാൻ കിടന്നുറങ്ങും.
പിന്നെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞായിരുന്നു, മാതാവേ ഇനി എല്ലാത്തിലും നിൻ്റെ പ്രസൻസ് ഉണ്ടാവണം, ഇനി ഒറ്റയടിക്ക് എനിക്ക് പാസ്സാവണം, എനിക്ക് ഇനി എൻ്റെ ലൈഫിൽ സപ്ലി എന്ന ഒരു ഇത് ഉണ്ടാവരുത്, ഒന്നും ഉണ്ടാവാൻ പാടില്ല, എല്ലാം ഞാൻ ഒറ്റയടിക്ക് പാസ്സാവണം, ഞാൻ എല്ലാവരും പോലെ പഠിക്കണം, അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തപ്പോൾ 26th 27th ആയിരുന്നു. അപ്പോൾ 27th ആയിരുന്നു എനിക്ക് വേണ്ടത്. ബിക്കോസ് അമ്മയുടെ 7th അതൊരു സൈൻ ആണല്ലോ, അതുകൊണ്ട് എനിക്ക് 7 ഉള്ള എക്സാം ഡേറ്റ് തന്നെ വേണം. അപ്പോൾ ഞാൻ ഏജൻറ്റിനോട് ചോദിച്ചു എനിക്ക് 27th എക്സാം എടുത്ത് തരണമെന്ന്. അപ്പോൾ അവർ കുറേ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് കിട്ടൂല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ക്യാൻഡിൽ കത്തിച്ചിട്ട് ഞാൻ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു, അതെങ്ങനെയെങ്കിലും ചേഞ്ച് ആക്കിയിട്ട് ആ ഏജൻറ്റ് എന്നോട് പറയണം 27th തന്നെ എക്സാം എഴുതാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ ഏജൻറ്റ് വിളിച്ച് പറഞ്ഞത് 27th നിനക്ക് എഴുതാൻ പറ്റുമോ കേട്ടോ എന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മാധവനോട് വേറൊരു സൈൻ കൂടെ ചോദിച്ചായിരുന്നു. ഞാൻ ഇരിക്കാൻ നേരത്ത് എക്സാം സെൻറ്ററിൽ ഞാൻ ഇരിക്കാൻ നേരത്ത് അത് 7th സീറ്റിലായിരിക്കണം ഞാൻ ഇരിക്കേണ്ടതെന്ന്. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ എണ്ണി നോക്കി എത്രാമത്തെ സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന്. അപ്പം ഞാൻ 7th സീറ്റിലായിരുന്നു ഞാൻ ഇരുന്നത്. അപ്പം തന്നെ എനിക്ക് ഫുള്ള് കോൺഫിഡൻസ് ആയി, എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, എന്തായാലും ഞാൻ ഈ എക്സാം ജയിക്കുമെന്ന്. പിന്നെ ഈ ജർമ്മനി പഠിക്കുമ്പോൾ കുറേ കോഡൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഞാൻ കോഡൊക്കെ നല്ലോണം പഠിച്ചിട്ടാണ് പോയത്. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ആ സെൻറ്ററിൽ അങ്ങനെ കോഡൊന്നും വരാറില്ല എന്ന്. പിന്നെ എനിക്കറിയില്ല മാതാവേ, ഇനി ആ സിസ്റ്റം തുറക്കുമ്പോൾ എനിക്ക് എല്ലാം കോഡ് തന്നെ ആവണം, എനിക്ക് പാസ്സാവണം, അമ്മേനോട് പറയണം എനിക്ക് പാസ്സായി അമ്മി, അങ്ങനെ ഞാൻ അമ്മേനോട് പറയണമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സിസ്റ്റം തുറക്കുമ്പോൾ ഒരു ടൈല് തുറക്കുമ്പോൾ ഞാൻ എല്ലാ ടൈലും ഫുള്ള് കോഡ് തന്നെ ആയിരുന്നു. ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ എൻ്റെ അമ്മനെ കൂട്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഇവിടെ പറഞ്ഞു വിസ കൂടെ കിട്ടിയിട്ട് പറ മോളെ എന്ന് പറഞ്ഞു സിസ്റ്റർ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയിട്ട് മൈസൂരിൽ തന്നെ ഞാനൊരു പ്രോസസ്സിങ്ങിന് കൊടുത്തപ്പോൾ അവിടെ വിത്തിൻ 2.5 months എനിക്ക് പ്രോസസ്സിങ് ഫുള്ള് കംപ്ലീറ്റായി. അങ്ങനെ ഞാൻ ഈ 17th ഞാൻ ജർമ്മനിക്ക് ജോലി ചെയ്യാൻ പോവുക. അതൊരു നല്ല ഹോസ്പിറ്റലിലാണ് എനിക്ക് ജോലി കിട്ടിയത്. എനിക്കറിയില്ല ഞാൻ എന്താ അവിടെ പറഞ്ഞതെന്നും എന്താ ഇൻ്റർവ്യൂവിൽ ചെയ്തതെന്നും ഒന്നും എനിക്കറിയില്ല. പോകുന്ന മുന്നേ എപ്പോഴും ഞാൻ തൈല ഉപ്പ് ഉപയോഗിക്കും. പിന്നെ ഞാൻ പോകും. പിന്നെ പോകുന്ന മുന്നേ ഞാൻ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. ഈ ഉടമ്പടി പുസ്തകം പിന്നെ ഈ പത്രം എനിക്ക് ഫസ്റ്റ് കിട്ടിയ പത്രമാണ് എൻ്റെ ലൈഫിൽ. ആ പത്രം എൻ്റെ കയ്യിൽ ഇതുവരെ ഉണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറ്. ഞാൻ ഒന്നും പഠിക്കൂല, ഇത് മാത്രം വെച്ച് പ്രാർത്ഥിക്കും. ഇത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. എൻ്റെ മാധവനോട് എന്ത് ചോദിച്ചാലും എൻ്റെ മാധവൻ എനിക്ക് അപ്പം തരും, കുറേ എന്നെ വൈകിപ്പിക്കൂല. അപ്പം പിന്നെ അങ്ങനെ തന്നെ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഒരു പള്ളി സിസ്റ്റർ എന്നോട് പറഞ്ഞു, എൻ്റെ സിസ്റ്ററിന് ഇതുവരെ പുറത്ത് ജോലി ആയിട്ടില്ല, എത്ര നടന്നാലും അത് ശരിയാവുന്നില്ല. അപ്പോൾ എൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുമോ മോളെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും പ്രാർത്ഥിക്കുക സിസ്റ്റർ, ഉടമ്പടിയിൽ ഞാൻ എന്തായാലും ഈ നിയോഗം വയ്ക്കുമെന്ന് പറഞ്ഞു. ആ നിയോഗം വെച്ചപ്പോൾ അത് ശരിയാവാത്തതാണ്. അപ്പോൾ വിത്തിൻ 3 months അതും റെഡിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നഴ്സിംഗ് പഠിക്കാൻ നേരത്ത് എൻ്റെ അടുത്ത് ഉപ്പ് തൈലം ഒന്നും ഇല്ല. പക്ഷെ ഞാൻ മാധവൻ എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ ക്യാൻഡലും ഇല്ല. അപ്പോൾ എൻ്റെ പപ്പയ്ക്ക് സഡന്നായിട്ട് ഭയങ്കര തലവേദനയും വോമിറ്റിങ് അങ്ങനെ ആയി. പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആയിപ്പോയി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അവർ കേരളയിലുള്ളവരാണല്ലോ, അപ്പോൾ ഉടമ്പടി എടുത്തതായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു എനിക്ക് തൈലയും ഉപ്പും തരുമോ, എൻ്റെ പപ്പയ്ക്ക് തേക്കണം. ആ പപ്പയ്ക്ക് ഭയങ്കര വേദനയാണ്, അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ അപ്പ മൈസൂരിൽ തന്നെയായിരുന്നു അഡ്മിറ്റായത്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് മൈസൂരിലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ഉപ്പും പിന്നെ തൈലമൊക്കെ കൊടുത്തു. എന്നിട്ട് ഞാൻ അമ്മേനോട് പറഞ്ഞു ഈ പ്രതീക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലണം, എന്നിട്ട് പപ്പയുടെ തലയിൽ തേച്ച് കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ വേഗം മാറും അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അത് പ്രാർത്ഥിച്ചിട്ട് പപ്പയ്ക്ക് ഇപ്പോഴും തേക്കുമായിരുന്നു. പിന്നെ പപ്പയുടെ തലവേണയുടെ അടിയിൽ ഞാൻ മാതാവിൻ്റെ പത്രം വെക്കുമായിരുന്നു. പപ്പ പറയായിരുന്നു ഇതൊക്കെ വെറുതെ, ഇതൊന്നും ശരിയാവില്ല എന്ന്. പക്ഷേ അപ്പയ്ക്ക് അറിയാത്ത തന്നെ അത് വേഗം ശരിയായി, എല്ലാം ശരിയായി. അപ്പയ്ക്കിപ്പോൾ അങ്ങനെ തലവേദന ഒന്നും വരാറില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ പറഞ്ഞായിരുന്നു
പാസ്സാവുകയാണെങ്കിൽ ഞാനും അവളുടെ കൂടെ ഇങ്ങോട്ട് വരാമെന്ന മാതാവിനോട്. അപ്പം ഞാൻ B2 പാസ്സായപ്പോൾ എൻ്റെ അമ്മ ഇങ്ങോട്ട് വന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ ഒരു മിസ്സിൻ്റെ ഹസ്ബൻഡിന് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അവർ എന്നെയും കൂട്ടുമോ, ഞാനും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരെ കൂട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ആ മാം ഇപ്പോൾ എന്നോട് പറയും അവിടെ പോയിട്ടാണ് എല്ലാം ശരിയായത്, ഇപ്പോൾ എല്ലാം നല്ലോണമാണ് നടക്കുന്നതെന്ന്. അങ്ങനെ കുറേ എന്നെ സഹായിച്ചിട്ടുണ്ട് മാതാവ്. പിന്നെ ഞാൻ എപ്പോൾ മാതാവിൻ്റെ അടുത്ത് സൈൻ ചോദിക്കുകയാണെങ്കിലും മാതാവ് ഹാർട്ടോ ഫ്ലവറോ എന്തെങ്കിലും ഒന്ന് തരും. അപ്പം ഞാൻ ഇവിടെ പഠിക്കാൻ നേരത്ത്, കേരളത്തിൽ പഠിക്കാൻ നേരത്ത് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. അത് മലയാളം പത്രം കൊടുക്കുമായിരുന്നു, പിന്നെ ജർമ്മൻ പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കന്നഡ പത്രം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഉള്ള ആൾക്കാർക്കൊന്നും മാതാവിനെ പറ്റി അറിയില്ല. അപ്പോൾ ഇത് കൊടുത്താൽ ഞാൻ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും മാതാവ് എന്തൊക്കെ എനിക്ക് ചെയ്തന്നതും ഒക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും, അവർക്ക് എല്ലാ പ്രോബ്ലംസും സോൾവ് ആകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് കന്നഡ പത്രം എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് ഞാൻ അവർക്ക് കൊടുത്ത്. അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് 2 മാം ഇങ്ങോട്ട് വന്നു. പിന്നെ അവരുടെ കാര്യത്തിനെ പറ്റി പ്രാർത്ഥിച്ചു. അപ്പോൾ അവർക്കും കുറേയൊക്കെ ശരിയായിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യും. എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും ഫുഡ് മേടിച്ചു കൊടുക്കും. പിന്നെ എനിക്ക് പാവം തോന്നുകയാണെങ്കിൽ ഞാൻ അവരുടെ കൂടെ തന്നെ നിൽക്കും. അവരെന്നോട് ഹെൽപ്പ് ചോദിച്ചില്ലെങ്കിലും ഞാൻ അവരുടെ കൂടെ നിന്നിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ ബൈബിൾ വായിക്കും. പിന്നെ ഞാൻ ജപമാല ചൊല്ലും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൺലൈനിൽ യൂട്യൂബിൽ ഓൺ ആക്കിയിട്ടാണ് അതിൻ്റെ കൂടെയാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. പിന്നെ ഡെയിലി ബ്രെഡൊക്കെ കൂടും, ഞാനും കൂടും. അപ്പം അങ്ങനെ കുറേ ശരിയായിട്ടുണ്ട്. എല്ലാത്തിനും ദൈവത്തിന് നന്ദി. ഞാൻ ഇനി ഉടമ്പടിയിൽ തന്നെ ജീവിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സങ്കീർത്തനം 91:14 വചനമാണ്. കൊച്ചുമകൾ ചോദിക്കുന്ന ഓരോ കൊച്ചു ആഗ്രഹങ്ങളും ഉടമ്പടി മക്കളുടെ കൊച്ചാഗ്രഹങ്ങൾ പോലും നമ്മുടെ കൃപാസനം അമ്മ നിറവേറ്റി കൊടുക്കുന്ന ഒരമ്മയാണ്. അങ്ങനെയാണ് ഈ മകൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായിട്ട്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുവാനായിട്ടാണ് ഈ മകളും കൂട്ടുകാരും ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറയുന്നത്. 27-ാം തീയതി ഈ മക്കൾ ജർമ്മനിക്ക് പോവുകയാണ്. നേഴ്സായിട്ടാണ്. അത് നല്ല ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. ഈ മക്കളുടെ എല്ലാം ജീവിതത്തിൽ നാം കണ്ടറിയുന്നത് ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ കൃപയ്ക്കുമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവർ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, അവനെൻ്റെ നാമം അറിയുന്നു എന്നാണ് വചനം കേട്ടത്. ഈ മക്കൾ ഭയങ്ങളിൽ, വിശ്വാസവും സംശയങ്ങളിൽ ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറച്ച ആ ദൈവ സാന്നിധ്യത്തിലുള്ള വിശ്വാസമാണ് ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയത്. നമ്മുടെ ജീവിതത്തിലും ദൈവസ്നേഹത്തിലും വിശ്വാസത്തിലും വളരുവാനും എന്നും ആ വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടിയിൽ ദൈവം നമ്മളെ രക്ഷിക്കും, നമ്മളെ ഉയർത്തും, നമ്മളെ അനുഗ്രഹിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. കർത്താവിൻ്റെ വാഗ്ദാനം നടന്ന പോലെ ആ ഈശോയുടെ സാന്നിധ്യമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. വിദ്യാശ്രീക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് പ്രത്യേകിച്ചും ഈ മകൾ നടത്തിയ പ്രേക്ഷിത പ്രവർത്തനം പല ഭാഷകളിൽ, കന്നഡ ഭാഷയിൽ പോലും പേപ്പർ വാങ്ങിച്ച്, കൃപാസനം പേപ്പർ വാങ്ങിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. അവിടെ ചെന്ന് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു അക്രൈസ്തവ മകളാണ്. വീട്ടിൽ പോയി അച്ഛനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി തൈലം തേച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതൊക്കെ ആ വിശ്വാസത്തിൻ്റെ ഒരു വലിയ പ്രയോഗമാണ്, വിശ്വാസ കൈമാറ്റമാണ്, പ്രേക്ഷിത പ്രവർത്തനമാണ്. എൻ്റെ മാതാവിനോട് എന്ത് ചോദിച്ചാലും അമ്മ തരുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഈ മകളെ സഹായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്കും പരിശുദ്ധ അമ്മയുടെ ഈശോയുടെയും ഒരു സാക്ഷിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസത്തിലും കൃപയിലും വളരുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിദ്യാശ്രീക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.